എറണാകുളം ഞാറക്കലിലെ അങ്കണവാടിയിൽ ശുദ്ധജലം ലഭിച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടു. 105 നമ്പർ സെന്റ് ആന്റണീസ് അങ്കണവാടിയിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷം. കുട്ടികൾക്ക് കുടിക്കാനും ഭക്ഷണ ആവശ്യത്തിനും തൊട്ടടുത്തുള്ള കൃഷി ഓഫീസിൽ നിന്നാണ് കുടിവെള്ളം എത്തിക്കുന്നത്. ഞാറക്കലിലെ 105 നമ്പർ അങ്കണവാടിയിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പുണ്ട്. പക്ഷേ ഈ പൈപ്പിലൂടെ വെള്ളം എത്തിയിട്ട് മാസങ്ങളായി. കുട്ടികൾക്ക് കുടിക്കുവാനും ഭക്ഷണ ആവശ്യത്തിനും ഒന്നും വെള്ളമില്ല. ഇതിനായി തൊട്ടടുത്ത കൃഷി ഓഫീസിൽ നിന്നും കുടത്തിൽ വെള്ളം ചുമന്ന് കൊണ്ടുവരേണ്ട അവസ്ഥയാണ്. പഞ്ചായത്തിലും വാട്ടർ അതോറിറ്റിയിലും പരാതി നൽകിയെങ്കിലും നാളിതുവരെ യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് ടീച്ചർ രതിദേവി പറഞ്ഞു. അംഗൻവാടിയിൽ വെള്ളമില്ലാത്തൊരവസ്ഥ വേറെ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു മാർഗവും ഇല്ല. ഇവിടെ എങ്ങും വീടുകളില്ല. കൃഷിഭവനിൽ നിന്ന് ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ എടുക്കുന്നുണ്ട് വെള്ളം. അപ്പോൾ വെള്ളത്തിൻ്റെ ഷോർട്ട് കൊണ്ടായിരിക്കും കയറാത്തതെന്ന് കരുതിയാണ് ഞങ്ങൾ ഇരുന്നിരുന്നത്. പക്ഷേ ഒരു മാസമായിട്ട് ഇപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വെള്ളം കുറേശ്ശെ കയറിയിട്ട് പോലും ഞങ്ങൾക്ക് കയറുന്നില്ല. കുട്ടികൾക്കാണെങ്കിൽ യൂറിൻ പാസ് ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞാൽ എന്തിനും നമുക്ക് വലിയ ആൾക്ക് പിടിച്ചിരുത്താൻ പറ്റും, കുട്ടികളെ പിടിച്ചിരുത്താൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതും തൊട്ടടുത്ത് വാട്ടർ ടാങ്ക് ഉണ്ടായിട്ടാണ് ഞങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ട്. എത്രയും വേഗം കുടിവെള്ളം ലഭ്യമാക്കിയില്ലെങ്കിൽ സമരപരിപാടികൾ തുടങ്ങാനാണ് ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ തീരുമാനം. ശിശുവികസന വകുപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഏറ്റവും കുഞ്ഞു കുട്ടികൾ ഈ അംഗനവാടിയിൽ വന്ന് പഠിക്കുകയാണ്. ആ കുട്ടികൾക്ക് പോലും ശുദ്ധജലം കിട്ടാനുള്ള ഒരു മാർഗം ഉണ്ടാക്കുവാനായിട്ട് ബന്ധപ്പെട്ട അധികാരികൾ മുന്നോട്ട് വരുന്നില്ല. അത് ഞങ്ങൾ ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുകയാണ്. മനുഷ്യൻ്റെ അവകാശം, കുഞ്ഞുകുട്ടികൾക്ക് നല്ല വെള്ളം കൊടുത്തില്ലെങ്കിൽ സാംക്രമിക രോഗങ്ങളെല്ലാം പകരുവാൻ സാധ്യതയുണ്ട്. ന്യൂസ് മലയാളം, കൊച്ചി.